ദൈവം മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയ വാക്ക്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണ്? ലോകം ഇന്ന് ഈ രണ്ട് പെട്ടിക്കുള്ളില. ഒന്ന് അങ്ങേയറ്റ വിശ്വാസം, രണ്ട് കടുത്ത നിരുവിശ്വാസം. എന്നാൽ ഇതിനിടയിൽ 12 തരം ലോകങ്ങളുണ്ട്, 12 തരം സത്യങ്ങൾ. സാധാരണക്കാരൻ ദൈവത്തെ പള്ളിയിൽ അമ്പലത്തെ തിരയുമ്പോൾ ലോകോത്തര ഫിലോസഫർമാരെ അവനെ തിരഞ്ഞത് ഈ 12 ഇസങ്ങളിലൂടെയാണ്. ഇത് വെസ്റ്റേൺ ക്ലാസ് ഫിലോസഫിയുടെ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ലെവലാണ്. പക്ഷെ ഇതൊരു ബേസിക് ആണ് കേട്ടോ. ആൻഡ് നിങ്ങൾ ഇതിൽ ഏത് സെക്ടറിലാണ് വരണമെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. തീസം. ഇത് ഏറ്റവും പവർഫുൾ ആയ ഒരു ചിന്തയാ. നമ്മെ സൃഷ്ടിച്ച, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്ന, നമ്മൾ തെറ്റ് ചെയ്താൽ തല്ലുന്ന ഒരു വലിയ ബോസ് മുകളിലുണ്ടെന്ന ഒരു വിശ്വാസം. പ്രപഞ്ചം ഒരു രാജ്യം പോലെയാണ്, ദൈവം അവിടുത്തെ ഒരു രാജാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു മുസ്ലിം ഇല്ലെങ്കിൽ ഇസ്ലാം ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ, അതുമല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ ഹിന്ദുയിസം ഭക്തിമാർഗങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊരു തീയിസ്റ്റാണ്. അതായത് ഒരു സൃഷ്ടാവ് സൃഷ്ടിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു, പക്ഷെ അവൻ നമ്മളെ നിരീക്ഷിക്കുന്നു. രണ്ടാമത്തെ ഏത്തിസം. ദൈവം എന്നൊരു സങ്കല്പത്തെ പൂർണ്ണമായി ഡിലീറ്റ് ചെയ്തവർ. അവർക്ക് ദൈവം എന്നത് ഭയം കൊണ്ട് നിർമ്മിച്ച ഒരു കവിത മാത്രമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ശാസ്ത്രീയ യുക്തിവാദികൾ മുതൽ ചാർവാക ദർശനം പിന്തുടരുന്നവർ വരെ എല്ലാം ഇതിനുള്ളിൽ വരുന്നവരാണ്. അവർക്ക് പ്രപഞ്ചം ഒരു മെഷീനാണ്, അതിന് ഡ്രൈവറില്ല. മൂന്നാമത്തെ ഡീസം. ഇതൊരു ഹൈ ക്ലാസ് ബുദ്ധിജീവികളാണ്. ദൈവം ഈ ലോകം നിർമ്മിച്ചു എന്നത് ഇത് സമ്മതിക്കും. എന്നാൽ നിർമ്മാണത്തിന് ശേഷം ദൈവം ഇതിനെ കൈകഴുകി. അദ്ദേഹം ഇപ്പോ ഒരു ശാശി മാത്രമാണ്. മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത് ഫോളോ ചെയ്യണവർ പറയണത് തന്നെ ഒരു വാച്ച് മേക്കറാണ്. ഞാൻ ചുമ്മാ ആക്കാൻ പറയണതല്ല കേട്ടാ. ശരിക്കും ഇവര് വിശ്വസിക്കുന്നത് അങ്ങനെ, ഒരു ക്ലോക്ക് മേക്കർ അല്ലെങ്കിൽ വാച്ച് മേക്കർ. അതായത് ഇവര് പറയണത് എന്താന്ന് വെച്ചാൽ ദൈവം ഒരു വാച്ച് ഉണ്ടാക്കിയിട്ട് ആ വാച്ച് എറിഞ്ഞിട്ട് പോയി, ദൈവം പോയി. പക്ഷെ ആ വാച്ച് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുക. അതാണ് ഈ പ്രപഞ്ചം. മനസ്സിലായോ? ഇവരുടെ ഐഡിയോളജി ഇതാ. ഉദാഹരണം പറയുകയാണെങ്കിൽ ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടൺ, അയാളൊക്കെ ഇതിൽ വേണ്ട ആളോ. അതായത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമല്ല, കാരണം ദൈവം ഇതിൽ ഇടപെടില്ല എന്ന് അവര് വിശ്വസിക്കുന്നു. നാലാമത്തെ പാൻതീസം. ഇവർ വിശ്വസിക്കുന്നത് ദൈവം പ്രപഞ്ചത്തിന് പുറത്തല്ല, പ്രപഞ്ചം തന്നെയാണ് ദൈവം എന്ന. നിങ്ങൾ കാണുന്ന ഈ മൊബൈൽ, ഈ കാറ്റ്, ഈ മണ്ണ്, ഇതെല്ലാം ദൈവത്തിന്റെ ശരീരമാണെന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ വിശ്വസിച്ചിരുന്നത് ഇതിലാണ്. ദൈവത്തെ കണ്ടെത്താൻ പള്ളിയിലോ ക്ഷേത്രത്തിലോ പോകേണ്ടതില്ല, പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതിയെന്ന് ഇവർ പറയും. അഞ്ചാമത്തെ പനന്തീസം. ഇവർ പാന്തീസത്തിന്റെ ഒരു സ്റ്റെപ്പ് മുകളിലാണ്. അതായത് പ്രപഞ്ചം ദൈവത്തിനുള്ളിലാണ്, എന്നാൽ ദൈവം പ്രപഞ്ചത്തിനേക്കാൾ വലുതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂഫിസത്തിലെ വഖ്തത്തുൽ വുജൂദ് അല്ലെങ്കിൽ അദ്വൈത വേദത്തിലെ ചില ആഴങ്ങളിലുള്ള വശങ്ങൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നത്. അതായത് സമുദ്രത്തിലെ തിരമാലകൾ പോലെയാണ് നമ്മൾ ഓരോരുത്തരും എന്നൊരു ഐഡിയോളജി. അടുത്തത് പാൻതീസം. അതായത് ഡീയിസവും പാൻതീസവും ചേർന്ന ഒരു ഡാർക്ക് ഫിലോസഫിയാണിത്. സൃഷ്ടിക്കാൻ വേണ്ടി ദൈവം സ്വയം മുറിവേറ്റു, സ്വയം പ്രപഞ്ചമായി മാറി. അതായത് ദൈവം ഇപ്പോൾ ജീവനോടെ ഇല്ല, മറിച്ച് പ്രപഞ്ചമായി നിലനിൽക്കുന്നു. അഗ്നാസ്റ്റിസിസം. ഏറ്റവും മാന്യമായ നിലപാട്. അതായത് എനിക്കറിയില്ല, ദൈവമുണ്ടോ ഇല്ലേ എന്ന് തെളിയിക്കാൻ മനുഷ്യന്റെ ഈ ചെറിയ ബുദ്ധിക്ക് കഴിയില്ല എന്ന് ഇവർ വാദിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ചാൾസ് ഡാർവിൻ മുതൽ നീൽ ഡിഗ്രസ് ടൈസൺ വരെ. അതായത് തെളിവ് വരണവരെ അവര് നിശബ്ദമായിരിക്കും. അതാണ് ഇത് ഇവരുടെ ഐഡിയോളജി. ഇഗ്നാസ്റ്റിസിസം. ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുന്നതിനേക്കാൾ വലിയ മണ്ടത്തരമില്ലെന്ന് ഇവർ പറയും. കാരണം ദൈവം എന്ന വാക്കിന് ഓരോരുത്തർക്കും ഓരോരോ അർത്ഥമാണുള്ളത്. അതുകൊണ്ട് തന്നെ അർത്ഥമില്ലാത്ത ഒരു വാക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ ഭ്രാന്താണെന്ന് ഇവര് കരുതുന്നു. ആപ്പത്തീസം. ഇത് ഡാർക്ക് ആൻഡ് കോൾഡ് ആയിട്ടുള്ള ഒരു നിലവര. ദൈവമുണ്ടോ ഇല്ലേ എന്ന ഒരു കാര്യം എന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല.
അതിനെ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല. ഇവർക്ക് ഈ ചർച്ച ആരോചകമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന വിഭാഗം ഇവരാണ്. എന്തിന്? ഞാൻ പോലും ഇതാ ഫോളോ ചെയ്യണം. അതായത് ദൈവം ഉണ്ടോ ഇല്ലേ എന്നത് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. ആ നിലപാടിൽ നിൽക്കുന്നവർ. മാൽത്തീസം ഇതൊരു വലിയ സ്റ്റോറി പോലെയാ. ദൈവമുണ്ട്, പക്ഷെ അയാൾ ദുഷ്ടനാണ്. മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയും ക്രൂരതയും കണ്ട് രസിക്കുന്ന ഒരു സാഡിസ്റ്റ്. ലോകത്തിലെ ദുരന്തങ്ങൾ കാണുമ്പോൾ പലർക്കും തോന്നുന്ന ഒരു ഡാർക്ക് ചിന്തയാണിത്. പോർത്തേസം ഇവരെ ആരാധിക്കുന്നത് പുറത്തുള്ള ഒരാളെയല്ല, നിങ്ങളെ തന്നെ. അതായത് സ്വന്തം ആം ഓർ സെൽഫ്. നിങ്ങളുടെ ചിന്തകളും ബോധവും, അതായത് കോൺഷ്യസ്നെസ് ആണ് ദൈവം എന്ന് പറയണവര്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഉപനിശ്വാസത്തിലെ അഹം ബ്രഹ്മാസ്മി, അതായത് ഐ ആം ഗോഡ് എന്ന പരമമായ സത്യം. അതായത് നിങ്ങളാണ് നിങ്ങളുടെ ലോകത്തെ സൃഷ്ടിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ഒരു 2 വീഡിയോ ചെയ്തായിരുന്നു. അത് ക്ലോസ് ചെയ്ത് തന്നെ ഇങ്ങനത്തെ ഒരു പോയിന്റൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ ഞാൻ 2 വീഡിയോ 2 തരത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുക. ഫസ്റ്റ് വീഡിയോ യു ആർ ദ ഗോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ, അത് പറയാം. അത് തത്വമസീഡ്, അത് പറഞ്ഞ കുറേ പോകണ്ട. അത് ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ഞാൻ ഇടയ്ക്ക് ഒരു ലാസ്റ്റ് വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ഈ കോൺഷ്യസ്നെസ് ആണ് ഗോഡെന്ന് ഫിനിഷ് ചെയ്ത് കാണും. അതിൻ്റെ കാരണം ഇതൊന്നല്ല, അതിൻ്റെ കാരണം ഈ ഐഡിയോളജി ഒന്നല്ല. അതിൻ്റെ കാരണം വന്നിട്ട് എന്താ പറയുക, ഒരു ചെറിയ കുട്ടിക്ക് പോലും അറിയാം നമ്മുടെ ബോധാണ് ഗോഡ് എന്നൊരു ഇത്. സോ വാട്ട് എവർ. അതായത് നിങ്ങളാണ് നിങ്ങളുടെ ലോകത്തെ സൃഷ്ടിക്കുന്നത്, അതാണ് ഇവർ പറയണത്. പോളിത്തീസം അതായത് ഒരൊറ്റ അധികാര കേന്ദ്രമല്ല, ഓരോന്നിനും ഓരോ ശക്തികൾ. അതായത് പ്രപഞ്ചം ഒരു വലിയ ഒരു ഓർഗനൈസേഷനെ പോലെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പുരാതന ഗ്രീക്ക് മതം, നോർസ് മിത്തോളജി, അതായത് ഈ തോർ, ഓഡിയനൊക്കെ കേട്ടിട്ടില്ലേ അവരുടെ, അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജിയിലെ ഈ പുരാണാസില് പല ദേവി ദേവന്മാരുടെ സങ്കല്പനകളൊക്കെ ഇല്ലേ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അധികാരം പങ്കുവെച്ച ദൈവങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഒരു വിശ്വാസിയാണെങ്കിലും നിരീശ്വാസിയാണെങ്കിലും ഈ 12 വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുക. ഇതിൽ തന്നെ കുറെ സബ് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പൊ കൂടുതൽ പോണില്ല. ഞാൻ ഓരോ വീഡിയോ ചെയ്യാം ഇതിന് സെപ്പറേറ്റ് ആക്കിയിട്ട്. നീ ആരായാലും എന്ത് വിശ്വസിച്ചാലും നീ ഈ 12 വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുക. ഇത് തിരിച്ചറിയാത്തവർ ഇരുട്ടിൽ തപ്പണവരാണ്. ഇതൊരു ചെറിയ പാഠമൊന്നുമല്ല കേട്ടോ. നമ്മളെ ചുറ്റുപാടിലുള്ളവരോട് ഇത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലായി എന്ന് വരില്ല. കാരണം എന്നിട്ട് അവരിതിനെ മതമായി മാത്രമേ കാണുള്ളൂ. എന്നാൽ ഇത് മതമൊന്നുമല്ല, ഇത് അറിവ്. ആൻഡ് നിങ്ങൾ ഇതില് ഏതിലാ വിശ്വസിക്കണേ? I am Roy. This was just my stupid thoughts. Bye bye, bye bye, bye bye, bye bye. Love you.